ऐसा जैसे सारी बस ही इंजन है और हम इंजन के भीतर बैठे हैं. അപ്പൊ ബസ് സ്റ്റാർട്ട് ആയപ്പോ ആ ഇഞ്ചിന്റെ ജർക്കിങ്, അതായത് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാലോ നമുക്ക് ഒരു വൈബ്രേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒരു ഓൾഡ് ആയ ബസ് ആണെങ്കിലോ അതിന്റെ ജർക്കിങ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വയസ്സായ ഓൾഡ് ആയ ബസ് അത് ഇവര് വിചാരിച്ചില്ല അത് തന്നെ ഓടും എന്നുള്ളത്. അപ്പൊ ബസ് സ്റ്റാർട്ടായി, ഇഞ്ചിൻ സ്റ്റാർട്ടായതോടെ ആ ജർക്കിങ് ഫുൾ ബസ്സിൽ വന്നു. അപ്പൊ ഇവർക്ക് ആ ജർക്കിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നത് ഈ ബസ് മൊത്തം ഇഞ്ചിൻ ആണെന്ന്. ഓക്കെ, അപ്പൊ അത്രയും നല്ല ഒരു ഷെയ്ക്ക് ആയിരുന്നു അവര് ഫീൽ ചെയ്തത്. അപ്പൊ ऐसा जैसे सारी बस ही इंजन है और हम इंजन के भीतर बैठे हैं. അപ്പൊ അത് ഫുൾ ബസ്സിൽ തന്നെ ആ ജർക്കിങ് ഉണ്ട്. എന്തോ ഇഞ്ചിൻ, ഫുൾ ബസ് തന്നെ ഒരു ഇഞ്ചിൻ ആണ്. ആ ഇഞ്ചിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇരുന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടായത്. അതായത് എന്താ വെച്ചാൽ അവര് ഇങ്ങനെ ഒരു യാത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ഇങ്ങനത്തെ ഒരു ഓൾഡ് ബസ്സിൽ കയറുന്നത്. ആ ബസ്സിന്റെ അവസ്ഥ അവര് കണ്ണിലൂടെ കണ്ടിട്ടേ ഉള്ളൂ. അവർക്ക് ഒരു എന്താ പറയാ, ഒരു ധാരണ ഉണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ആ ഉള്ളിലത്തെ ഓരോ ഫീലിങ്സ് ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഈ ഒരു ലെസണിൽ അല്ലെങ്കിൽ ഈ ഒരു കഥയിൽ കുറച്ചും കൂടി ഒരു ഫണ്ണി അല്ലെങ്കിൽ ഒരു കോമിക്കൽ സീനൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ കാഞ്ച് ബഹുത് കം ബച്ചേ ഥേ, അതായത് ആ ബസ്സിൽ തന്നെ ചില്ലുകൾ വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാ? മിക്കവാറും പൊട്ടിയിട്ടുണ്ടാവും, മിക്കവാറും ചില്ലിന്റെ ആ സംഭവങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ വളരെ ദുർലഭമായി അവിടെ ഇവിടെയും കുറച്ച് ചില്ലിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ബസ്സിന്റെ. അപ്പൊ ബസ്സിന്റെ അവസ്ഥയും പറയുന്നുണ്ട്, അതിലിരിക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സും എല്ലാം കൂടി ഒരു കോമിക്കൽ സീനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിച്ച് പോവാം. കാഞ്ച് ബഹുത് കം ബച്ചേ ഥേ, जो बचे थे उनसे हमें बचना था. അതായത് വളരെ ചില സ്ഥലത്ത് മാത്രമേ ഗ്ലാസുകൾ കാണുന്നുണ്ടായിരുന്നു. കാഞ്ച് എന്ന് പറഞ്ഞ ഗ്ലാസ് ആണ്. നമ്മുടെ വിൻഡോയില് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവില്ലേ, അതേപോലെ. അപ്പൊ എല്ലാ വിൻഡോസിലും ഗ്ലാസ് ഇല്ല. ഗ്ലാസ് ഉള്ള സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് എപ്പോ പൊട്ടും, എപ്പോ അവരുടെ മേത്ത് വരും, അല്ലെങ്കിൽ അവർക്ക് അതിന് എന്തെങ്കിലും മുറിവ് പറ്റുമോ എന്നുള്ള ഒരു പേടിയിൽ അവര് ഇങ്ങനെ മാറി മാറി തള്ളിയിട്ട് ഇരിക്കുകയായിരുന്നു. ഹം ഫോറൻ ഖിഡ്കി സെ ദൂർ സറക് ഗൈ. ഞങ്ങള് ഈ വിൻഡോന്റെ അവസ്ഥ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ആ വിൻഡോന്റെ അവിടുന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങിയിരുന്നു. സറക് ഗൈ എന്ന് പറഞ്ഞ് നീങ്ങ. ഓക്കെ, അപ്പൊ ദൂർ സറക്കെ എന്ന് പറഞ്ഞ് കുറച്ച് ദൂരത്തേക്ക് നീങ്ങി ഇരുന്നു. ഇഞ്ചൻ ചൽ റഹാ ഥ. അപ്പൊ ഇഞ്ചൻ ഇങ്ങനെ ഗിർ 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 എന്ന് പറഞ്ഞ സൗണ്ടിൽ ഇങ്ങനെ നടന്നു, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ വൈബ്രേഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. हमें लग रहा था कि हमारी सीट के नीचे इंजन है. അപ്പൊ ആ ഒരു ജർക്കിങ് കാരണം അവർക്ക് തോന്നുന്നുണ്ട് അവരുടെ സീറ്റിന് താഴെയാണ് ഇഞ്ചൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫ്, ഇത്രയും പാരഗ്രാഫിലുള്ള വേർഡ് മീനിങ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ, ഇതില് ഗജബ് ഹോന, ടു ഹാപ്പൻ സംതിങ് അമേസിങ്. ഓക്കെ, അതിശയത്തോടെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഫീൽ ചെയ്യില്ലേ, അതാണ് ഗജബ് ഹോന. ദെൻ ആഗാ പീച്ച കർണ എന്ന് പറയുന്നത് ടു ലുക്ക് ബാക്ക് ആൻഡ് ഫ്രണ്ട്. അനുഭവി, എക്സ്പീരിയൻസ്ഡ്. ഡോക്ടർ പറയില്ലേ ബസ് ഓൾഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ഓക്കെ, അതാണ് ഈ അനുഭവി. ദെൻ നൈ നവേലി, ന്യൂ ആൻഡ് ബ്യൂട്ടിഫുൾ. വിശ്വസനീയ, ട്രസ്റ്റ് വർത്തി. ഡോക്ടർ പറയും ഓൾഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ് ബസ്, അതുകൊണ്ട് ട്രസ്റ്റ് വർത്തിയാണ്, നമുക്ക് ധൈര്യമായിട്ട് യാത്ര തുടങ്ങാം എന്ന്. ബേട്ടോ കി തര ജസ്റ്റ് ലൈക്ക് സൺസ്. അപ്പൊ ഈ നമ്മള് അമ്മമാര് മക്കളെ നല്ല കെയറോടെയാണല്ലോ നോക്കുക. അപ്പൊ നമ്മള് അമ്മമാരുടെ മടിയില് മക്കളിരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലേഖക് കളിയാക്കി പറയാണ്, ഒരു പേടിയും പേടിക്കേണ്ട, ബസ് നമ്മളെ സ്വന്തം മക്കളെ പോലെ, സ്വന്തം മകനെ പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് സൺസ്, അത് നമ്മളെ കെയർ ചെയ്തിട്ട് നമ്മളെ ബസ്സിന്റെ മടിയിൽ ഇരുത്തിയിട്ട് യാത്ര ചെയ്യും. അതായത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും, ഒന്നും പേടിക്കണ്ട, കയറിപ്പോ, ധൈര്യമായിട്ട് കയറിപ്പോ. അതായിരുന്നു ഈ വാക്കിലൂടെ ലേഖക് ഉദ്ദേശിച്ചത്. പിന്നെ ഗോദ് എന്ന് പറഞ്ഞാൽ ഇന്തല, മടിയിൽ. ചോടിനെ ആന,
came to drop. അപ്പൊ നമ്മൾ മിക്കവാറും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ബസ്സിൽ കയറും, അല്ലെങ്കിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് അവർ ജസ്റ്റ് ടാറ്റ തന്ന് നമ്മൾ പിരിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ചോടനെയാണ് എന്ന് പറഞ്ഞാൽ ടു ഡ്രോപ്പ് us or come to drop us. അന്തിം വിട, ലാസ്റ്റ് ഫെയർവെൽ. ഓക്കെ, അതായത് ഇനി ഒരിക്കലും നമ്മൾ ഈ കാഴ്ച ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂണറലിലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ആ സമയത്ത് തോന്നിയത്. പിന്നെ രാജ, റങ്ക് ഫക്കീർ, കിങ്, ബെഗർ, സെയിന്റ്. ഏക് നിമിത്ത്, ഫോർ വൺ റീസൺ. ആള് പറഞ്ഞില്ലേ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു കാരണം മതി, അതാണ് ഏക് നിമിത്ത്. ഇഞ്ചൻ അതറിയാം. കാഞ്ച്, ഗ്ലാസ്. ഇവിടെ ഓർക്കണം, നമ്മൾ ഈ കാഞ്ച് വേറെ ഒരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? നമ്മുടെ ലാഖ് കി ചൂടിയനിലെ കാഞ്ച് കി ചൂടിയാൻ കേട്ടിട്ടില്ലേ? അവിടെ ഈ വാക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണം, അപ്പൊ നമുക്ക് ഈ വേർഡ്സ് എല്ലാം ഫെമിലിയർ ആവും. ഓക്കെ, അപ്പൊ കാഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്. ഫോറൻ, ഇമ്മീഡിയറ്റ്ലി, അതായത് ഫോറൻ ഇമ്മീഡിയറ്റ്ലി. ഖിഡ്കി, വിൻഡോ. ദൂർ, സറക് ജാന, ടു മൂവ് അവേ. ഓക്കെ, ഇവിടെ ഇത് കണ്ടോ, ഫോറൻ. ഫോറൻ, ഫാന്റെ താഴെ ഒരു കുത്തുണ്ട്, ഇത് ഫോറൻ. ഹിന്ദിയിലെ ചില വേർഡ്സ് എല്ലാം നമ്മൾ ഉറുദു എന്ന് കടം വാങ്ങിയതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വേർഡുകളുടെ ഒരു പ്രത്യേക ഒരു സ്ലാങ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വെറും ഫ എന്നല്ല വായിക്കുന്നത്, ഫോറൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചില വേർഡുകളുണ്ട്, നമ്മളത് ശ്രദ്ധിച്ച് തന്നെ വായിക്കണം, അതേ സ്ലാങ്ങിൽ തന്നെ വായിക്കണം. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലുള്ളതാണ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. അപ്പൊ നല്ല ഒരു സിറ്റുവേഷനിലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ജേർക്കിംഗ് ഒക്കെ മൊത്തം ബസ്സിലായിരുന്നു. എല്ലാവർക്കും ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് അവർ ഇരിക്കുന്ന സീറ്റിന്റെ താഴെയാണ് ഈ ഇഞ്ചിൻ ഉള്ളത്. അപ്പൊ അത്രയും ഒരു കോമിക്കൽ സിറ്റുവേഷനിലാണ് ആ ബസ്സിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ബസ് सचमुच चल पड़ी और हमें लगा कि यह गांधी जी के असहयोग और सविनय अवज्ञा आंदोलन के वक्त अवश्य जवान रही होगी. അപ്പോ ലേഖകർ ഇനി അതിനെ ഒരു കോമിക്കലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ബസ് പഴയതാണല്ലോ. അപ്പം ബസ് ലേഖകർ പറയുന്നത് ഈ ബസ് എന്തായാലും പണ്ട് ഗാന്ധിജിന്റെ ടൈമിലുള്ള ബസ്സായിരിക്കും. അപ്പൊ ഗാന്ധിജിന്റെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലുള്ള ആ സമയത്തൊക്കെ ഈ ബസ് പുതിയ ബസ്സായിരിക്കും. അത്രയും പഴയ ഒരു കൽപ്പനയിലാണ് ഈ ലേഖക് ബസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ബസ് കുറെ കാലമായല്ലോ ഓടാൻ തുടങ്ങിയിട്ട്. ബസ്സിന്റെ അവസ്ഥ കണ്ടിട്ട് ബസ് എന്തായാലും ഗാന്ധിജീന്റെ സമയത്ത് ഉണ്ടായ ബസ്സായിരിക്കും. ആ സമയത്ത് ഇത് പുതിയ ബസ്സായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ബസ്സിന്റെ കോലം ഇങ്ങനെ. എന്തുകൊണ്ടാ വെച്ചാല് ആ ബസ്സിലെ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാല് ഈ അസഹयोग, നോൺ കോപ്പറേഷന്റെ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാല് ബസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സംഭവങ്ങളും ബസ്സിന്റെ എല്ലാ പാർട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇരിക്കുന്ന ആൾക്കാർക്കും ആ വൈബ്രേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നോൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബസ്സാണെങ്കിൽ ബസ്സിന്റെ എല്ലാ പാർട്സും ഇങ്ങനെ യോജിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ബസ് കാണുമ്പോൾ ബസ്സിന്റെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായ, ബസ്സിന്റെ സീറ്റിന്റെ മുകളിലുള്ള കുഷ്യൻ നീങ്ങി കളിക്കുക. അങ്ങനത്തെ ബസ് നിങ്ങൾ പല സമയത്തും യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അതേ ഫീലിംഗ് തന്നെയാണ് ഇവിടെ ലേഖക് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബസ്സിന് കണ്ട ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഒരു ഫീലിംഗ് ആണ് ആ ബസ് കണ്ടപ്പോൾ ലേഖകന് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ലേഖക് പറയാണ് ആ ബസ് എന്തായാലും ഗാന്ധിജീന്റെ സമയത്ത് ഉണ്ടായിരുന്ന ബസ്സാണ്. ആ സമയത്ത് അത് പുതിയ ബസ്സായിരിക്കും, ജവാൻ രഹി ഹോഗി, അതായത് ഒരു ന്യൂ ബസ്സായിരിക്കും. ഓക്കെ, ഉസേ ട്രെയിനിങ് മിൽ ചുക്കി थी, അതായത് ആ ഒരു ട്രെയിനിങ് ആ കാലഘട്ടത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഫീലിംഗ്, ആ നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഫൈറ്ററിന്റെ ഒരു ഫീലിങ്സ് എല്ലാം ഈ ബസ്സിന് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ലേഖകന് ആ സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ബസ്സിന്റെ പാർട്സ് എല്ലാം അങ്ങനെ
ഒരു ലൂസ് ആയിരിക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ലേഖകന് ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഫുൾ ടൈം യാത്ര തന്നെയല്ലേ. അപ്പൊ അതൊരു കോമിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ലേഖക് തന്നെ അത് ഇങ്ങനെ ഒരു ഹാസ്യമായി എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അടിച്ച പൊട്ടാത്ത വാക്കുകൾ കണ്ട് പേടിക്കൊന്നും വേണ്ട. അസഹയോഗ് എന്ന് പറഞ്ഞാല് നോൺ കോപ്പറേഷൻ. ഓക്കെ, ദെൻ അവജ്ഞ ആന്തോലൻ എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, ഇതിനുള്ള മീനിങ് ഞാൻ പിന്നെ പറഞ്ഞു തരാം, വേർഡ് മീനിങ്ങിൽ നമുക്ക് കാണാം. അപ്പൊ അവിടെ എന്ന് പറയുന്നത് എന്താ പറയാ, യോജിക്കാത്ത, അതായത് ബ്രിട്ടീഷുകാരോട് യോജിക്കാത്ത രീതിയിലായിരുന്നല്ലോ ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ രീതി ഉണ്ടായിരുന്നത്. അപ്പോ അതേ സംഭവം തന്നെയാണ് ഈ ബസ്സിലും കാണുന്നത്. അപ്പൊ ലേഖക് ജസ്റ്റ് കമ്പയർ ചെയ്ത് ഒരു പരിഹസിച്ചിട്ടാണ് പറയുന്നത്, എന്തായാലും ഈ ബസ് ആ ഗാന്ധിജി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുള്ള ബസ്സായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഇത് പുതിയതായിരിക്കും. ആ സമയത്തുള്ള ആൾക്കാരുടെ ഫീലിംഗ് ഒക്കെ ഈ ബസ്സിന് ഒരു ട്രെയിനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഹർ ഹിസ്സ ദുസ്രേ സെ അസഹയോഗ് കർ രഹാ താ. അതായത് ഓരോ പാട്ട്, ഹിസ്സ എന്ന് പറഞ്ഞ പാട്ട്, ഓരോ പാട്ട്, ബസ്സിന്റെ ഓരോ പാട്ടും വേറൊരു പാട്ടിനോട് ഇങ്ങനെ വേർതിരിച്ച്, അതായത് ലൂസായി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ലേഖകന് തോന്നിയത്. പൂരി ബസ് സവിനയ് അവജ്ഞ ആന്തോലൻ കെ ദൗർ സെ ഗുജർ രഹി थी. അതായത് മൊത്തം ബസ്സിലെ പാർട്സ് എല്ലാം ഇങ്ങനെ ലൂസായി ഇങ്ങനെ ജർക്ക് ചെയ്ത് ഒച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സീറ്റ് ക ബാഡി, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബോഡിയാണ്, ഇവിടെ നമ്മൾ ബാഡി എന്നാണ് പറയുന്നത്, ബിക്കോസ് ഇവിടെ ഓക്ക് മാത്രമേ ഇല്ല. ഓക്കെ, അപ്പോൾ സീറ്റ് ക ബോഡി സെ അസഹയോഗ് ചൽ രഹാ താ. ഓക്കെ, അപ്പൊ ബാഡിയാണ്, ഒന്നുകൂടി ഞാൻ പറയാണ്, അവിടെ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷും ഹിന്ദിയും തമ്മിലുള്ള സ്ലൈറ്റ് വ്യത്യാസം. ഓക്കെ, അവിടെ നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് ഇവയിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ ഓക്കി മാത്രമേ വരിക, പക്ഷെ ഇവിടെ ഒരു ചന്ദ്രകലേന്റെ സിമ്പിൾ ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ വായിക്കേണ്ടത്, സീറ്റ് കാ ബാഡി. ഓക്കെ, അപ്പൊ സീറ്റ് കാ ബാഡി സെ അസഹയോഗ് ചൽ രഹാ താ. അതായത് നമ്മൾ ഈ ഒരു എന്താ പറയാ, സീറ്റ് കണ്ടിട്ടുണ്ടല്ലോ ബസ്സിലുള്ള സീറ്റ്. അപ്പൊ സീറ്റൊക്കെ ഇരുമ്പുകൊണ്ട് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സീറ്റ് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ വെച്ചിരിക്കുന്ന കുഷ്യൻ ചില സമയത്ത് ലൂസ് ആയി കഴിഞ്ഞാൽ ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കും. അത് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതേപോലെ ആയിരുന്നു ആ സീറ്റിന്റെ അവസ്ഥ. കഭി ലഗ്താ സീറ്റ് ബാഡി കോ ചോഡ്കർ ആകെ നിക്കൽ ഗയി ഹൈ, കഭി ലഗ്താ कि सीट को छोड़कर बाड़ी आगे भागी जा रही है. അപ്പൊ ചിലപ്പോ സീറ്റിൽ നിന്ന് പുറത്തായിരിക്കും ആ കുഷ്യൻ നീങ്ങി വരിക, ചിലപ്പോ സീറ്റിന്റെ ബാക്കിലായിരിക്കും ആ കുഷ്യൻ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ് ലേഖക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 8-10 मील चलने पर सारे भेदभाव मिट गए. അതായത് ഒരു 8-10 മൈൽസ് ബസ് നീങ്ങിയപ്പോ എല്ലാ ഡിസ്ക്രിമിനേഷൻ, എല്ലാ ഡിഫറൻസും മാറിപ്പോയി. അതായത് ആകെ മൊത്തം അലങ്കോലായി എന്നാണ് ആ ലേഖക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യह समझ में नहीं आता कि सीट पर हम बैठे हैं या सीट हम पर बैठी है. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് ഈ ജർക്കിങ്ങും ഈ വൈബ്രേഷനും പിന്നെ പാർട്സ് ഇങ്ങനെ ലൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കുന്നതും സീറ്റിൽ നിന്ന് കുഷ്യൻ ഇളകി കിടക്കുന്നതും എല്ലാം കൂടി ആയപ്പോ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരു മെസ്സായി. അപ്പൊ ശരിക്കും നമ്മൾ സീറ്റിന്റെ മുകളിലാണോ ഇരിക്കണത് അതോ സീറ്റിൽ നിന്ന് താഴെ നീങ്ങി ചില ആൾക്കാരുണ്ടാവും. അപ്പൊ ആൾക്കാരുടെ മേത്താണോ സീറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് എത്തി. അപ്പൊ ഒരു ഡ്രാമറ്റിക് സീനാണ് ലേഖക് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പൊ ശരിക്കും ഒരു കോമിക്കൽ ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ലെസണിനോട് നമുക്ക് കിട്ടുന്നത്. ചുരുക്കം പറഞ്ഞാല് ഒരു പഴയ ബസ്സില് മെയിൻ്റെനൻസ് കുറവായിരിക്കും. അപ്പൊ ചിലപ്പോ അവരല്ലേ മെയിൻ്റെനൻസ് ചെയ്യാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാൻ പൈസ ഇല്ലാത്തതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ബസ്സിൽ ഈ ഒരു സീൻ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ജർക്കിങ് ഉണ്ടാവും, പിന്നെ സീറ്റിൽ നിന്ന് കുഷ്യൻ ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും, ബ്രേക്ക് കൊടുത്താൽ നല്ല അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വീഴും. അങ്ങനത്തെ കുറെ അവസ്ഥകളുണ്ട്. ആ സംഭവങ്ങളൊക്കെയാണ് ലേഖക് നമുക്ക് ഈ പാരഗ്രാഫിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, अब 8-10 मील चलने पर सारे भेदभाव मिट गए. यह समझ में नहीं आता कि सीट पर हम बैठे हैं या सीट हम पर बैठी है. അപ്പൊ എല്ലാവരും ഇങ്ങനെ
അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നടക്കുക. എന്ന് വെച്ചാൽ അവർക്ക് പിടിക്കാൻ ഒരു സാധനം ഉറപ്പായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു ഒരു എന്താ പറയാ ഒരു കോമിക്കൽ സിറ്റുവേഷൻ, ആകെ ഒരു ജഗപുകയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ബസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി നമുക്കിനി മീനിങ് എല്ലാം ഒരുമിച്ച് പഠിക്കാം. ഇപ്പൊ നമുക്ക് പാരഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എക്കായേക് ബസ് രുക് ഗയി. പെട്ടെന്ന് എക്കായേക് സഡൻലി, പെട്ടെന്ന് ബസ് നിന്നുപോയി. മാലൂം ഹുവാ കി പെട്രോൾ കി ടങ്കി മേ ഛേദ് ഹോ ഗയാ ഹൈ. ചോദിച്ചപ്പോ മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് പെട്രോളിന്റെ ടാങ്കില് ഓട്ടയായി, അല്ലെങ്കിൽ ഒരു ഹോൾ ആയി പോയി. ഓക്കെ, അപ്പൊ ड्राइवर ने बाल्टी में पेट्रोल निकालकर उसे बगल में रखा और नली डालकर इंजन से में भेजने लगा. അപ്പൊ ഡ്രൈവർ എന്ത് ചെയ്തു? ഡ്രൈവർക്ക് ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു സംഭവമല്ലേ. അപ്പൊ ഡ്രൈവർ കാര്യം മനസ്സിലാക്കി. ഡ്രൈവർ എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു ബാൾട്ടി എന്ന് പറഞ്ഞ ബക്കറ്റ്, ഓക്കെ, ഒരു ബക്കറ്റ് എടുത്തു. ബക്കറ്റില് ആ ടാങ്ക്, പെട്രോളിന്റെ ടാങ്ക് ഇല്ലേ, ടാങ്കിൽ നിന്ന് വെള്ളം പെട്രോൾ എടുത്ത് ആ ബാൾട്ടിയിലേക്ക് ഒഴിച്ചു. ഓക്കെ, എന്നിട്ട് ആ ബാൾട്ടിയിലേക്ക് ഒരു പൈപ്പ് വെച്ചിട്ട്, നലി എന്ന് പറഞ്ഞ പൈപ്പ് വെച്ചിട്ട് അത് ഇഞ്ചിനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് അയാളുടെ സ്ഥിരമായ ഒരു വർക്കാണ്. ഓക്കെ, അത് നൈറ്റ് ആയാലും ഡേ ആയാലും ഇതേപോലെ എപ്പോഴെങ്കിലും ബസ് പണി തന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ പെട്രോളില് ഹോളുള്ള കാരണം പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പെട്രോൾ ടാങ്കിലുള്ള വെള്ളം ഒരു പെട്രോള് ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് അത് इंजन ഒഴിച്ചു കൊടുക്കും. ओके, अब मैं उम्मीद कर रहा था कि थोड़ी देर बाद बस कंपनी के हिस्सेदार इंजन को निकाल कर गोद में रख लेंगे और उसे नली से पेट्रोल पिलाएंगे, जैसा माँ बच्चे के मुंह में दूध की शीशी लगाती है. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ലേഖകന് മതിയായി. അപ്പൊ ലേഖകൻ അറിയാലോ ആ ബസ്സിന്റെ പാർട്ട്ണർ, അതായത് ബസ് കമ്പനിയിലുള്ള പാർട്ട്ണർ ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബസ്സിന്റെ അവസ്ഥ കണ്ട് തന്നെ അവര് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയോ പോയിക്കൊണ്ടിരിക്കുക. ബസ് നിന്നും കൂടി ചെയ്തപ്പോ ആകെ മൊത്തം ഭ്രാന്തായി. അപ്പൊ ബസ് ഈ ഡ്രൈവറിന്റെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഡ്രൈവർ ചെയ്യണ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഡ്രൈവർ വിചാരിച്ചു, ആ ഇനി ചിലപ്പോ ആ പാർട്ട്ണർ വന്നിട്ട് ആ ബക്കറ്റ് മടിയിൽ വെക്കും. ഓക്കെ, അല്ല സോറി, ബക്കറ്റ് പാർട്ട്ണർ വന്നിട്ട് ഇഞ്ചൻ മടിയിൽ വെച്ചിട്ട് അതിന് പെട്രോൾ കൊടുക്കും. അതായത് ഡ്രൈവർ എന്ത് ചെയ്തു? പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ എടുത്ത് ബക്കറ്റിൽ വെച്ചു. ബക്കറ്റിൽ നിന്ന് ഒരു പൈപ്പ് ത്രൂ ഇഞ്ചിനിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ലേഖക ഇത് കുറച്ചും കൂടി ഫണ്ണി ആക്കി പറയാണ്. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർ വരും. പാർട്ട്ണർ ഇഞ്ചിനെ ഊരി എടുത്തിട്ട് മടിയിൽ വെക്കും. മടിയിൽ വെച്ചിട്ട് അതിന് പൈപ്പ് വെച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ശരിക്കും ഈ അമ്മമാര് മക്കളെ പാല് കൊടുക്കുമ്പോൾ ഈ പാല് കുപ്പിയിലാക്കി കൊടുക്കില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആണ് ലേഖകന് ആ സമയത്ത് ഓർമ്മ വന്നത്. ഓക്കെ, ഇനി അടുത്തത് ബസ് കി റഫ്താർ അബ് 15-20 മീൽ കി ഹോ ഗയി थी. ഓക്കെ, അപ്പൊ ബസ് ഏകദേശം ഒരു 15-20 മൈൽസിന്റെ സ്പീഡിലാണ് പോകുന്നത്. റഫ്താർ എന്ന് പറഞ്ഞ സ്പീഡ്. ഓക്കെ, അതെങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബസ് നീങ്ങിക്കൊണ്ടിരിക്കട്ടോ. മുझे उसके किसी हिस्से पर भरोसा नहीं था. ബസ്സിൽ യാത്ര ചെയ്യാൻ പുറപ്പെട്ടു, കയറിയിരുന്നു, യാത്ര ചെയ്തു. പക്ഷെ ആ ബസ്സിന്റെ ഒരു പാർട്ടും പാർട്ടിന്റെ മുഴുവൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അത് എപ്പോ പൊളിഞ്ഞു പോവും എന്നുള്ള പേടിയിലാണ് ആ ലേഖക് ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുझको उसके किसी हिस्से पर भरोसा नहीं था. ब्रेक फेल हो सकता है, ബ്രേക്ക് ഫെയിൽ ആവാം. സ്റ്റിയറിംഗ് ടൂട്ട് सकता है, അപ്പൊ സ്റ്റിയറിംഗ് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രകൃതി കെ ദൃശ്യ ബഹുത് ലുഭാവനെ थे. ഇപ്പൊ ഇതിന്റെ ഈ അവസ്ഥ കണ്ട് പെട്ടെന്ന് ലേഖക് പുറത്തേക്ക് നോക്കുമ്പോ പുറത്തത്തെ കാഴ്ച, അതായത് നേച്ചർ നല്ല ഭംഗിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാത്രി നൈറ്റ് ജേർണിയിൽ നമുക്ക് ആകാശവും ആ കാറ്റും എല്ലാം ഒരു നല്ല ഫീലിംഗ് ആണ്. പ്രകൃതി കെ ദൃശ്യ ബഹുത് ലുഭാവനെ थे. അപ്പം
ഇത്രയും ഒരു കോമിക്കൽ സിറ്റുവേഷനിൽ പേടിയോടെ യാത്ര ചെയ്തിട്ടും പെട്ടെന്ന് ലേക്കൊക്കെ പുറത്ത് നോക്കുമ്പോൾ നല്ല ഒരു സീനറി ആയിരുന്നു. നമുക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ, അതായത് നൈറ്റ് ജേർണിയിലൊക്കെ നമുക്ക് മിക്കാറും നല്ലൊരു ഫീലിംഗ് ആണ്. ആ രാത്രിന്റെ ഇരുട്ടും ആ നല്ലൊരു തണുപ്പുള്ള കാറ്റ്, പിന്നെ അവിടെയും ഇവിടെയും ഇങ്ങനെ മിന്നുന്ന ലൈറ്റ്, അതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ്. അതിന്റെ കൂടെ നിലാവുള്ള രാത്രിയും കൂടി ആയാലോ, അടിപൊളി. ഓക്കെ, അങ്ങനെ ഒരു നല്ലൊരു ഫീലിംഗ് ഉള്ള, അതായത് നല്ലൊരു എൻവിറോൺമെന്റിലാണ് അവര് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അതായത് ആ നൈറ്റിന്റെ ഒരു എൻജോയ്മെന്റ്, നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അതായിരുന്നു ആ ലേഖക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ചൊരു യാത്ര ചെയ്യുമ്പോഴും അപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ച കാണാം. പക്ഷേ ഇനിയാണ് അതിന്റെ ഫെർദർ ആയിട്ട് ലേഖക്ക് പറയുന്നത്. ദോനോ തരഫ് ഹരേ ഭരേ പേട് थे. രണ്ട് സൈഡിലും നല്ല ഗ്രീനറി റിച്ച് ആയുള്ള ഒരു ട്രീസ്, അതായത് പച്ചപ്പുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ജിൻ പർ പക്ഷി ബാഠേ थे, അതായത് ഈ കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ആകുമ്പോഴത്തേക്ക് അവരെല്ലാവരും കൂട്ടിലേക്ക് തിരിച്ചിരിക്കില്ലേ, അപ്പൊ ആ ഒരു അവസ്ഥയായിരുന്നു. मैं हर पेड़ को अपना दुश्मन समझ रहा था. ഇത്രയും റിസ്കോടെ യാത്ര ചെയ്യുമ്പോൾ, ആ ഇത്രയും ഒരു സിറ്റുവേഷനിലുള്ള ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ടെൻഷനോടെയാണ് ലേഖക് യാത്ര ചെയ്യണത്. അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ നല്ല കാഴ്ചയുണ്ട്, പക്ഷെ അത് ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ലേഖകന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ലേഖക് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കണ്ണ് നോക്കുമ്പോൾ നല്ല വലിയ മരങ്ങളായാലും പക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ മരങ്ങളെ കാണുമ്പോൾ ലേഖകന്റെ ഉള്ളിൽ ഒരു പേടിയായിരുന്നു. അപ്പൊ അതിനെ ഓരോ മരത്തിനും അത് ദുഷ്മനായിട്ടാ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? അയ്യോ, ഇപ്പൊ ബസ് മുട്ടും എന്നുള്ള ഒരു പേടിയിലാണ് ആ ലേഖക് യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ जो भी पेड़ आता डर लगता था कि इससे बस टकराएगी. ഓരോ മരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പേടിയായിരുന്നു, അയ്യോ ഇതിലിപ്പോ ബസ് മുട്ടും എന്നുള്ളൊരു പേടിയായിരുന്നു ലേഖകന്റെ ഉള്ളില്. വഹ നിക്കൽ ജാത്താ തോ ദൂസരെ പേട് കാ ഇന്തജാർ കർത്താ. അങ്ങനെ ലക്കിലി ആ ഒരു പേടും, അതായത് ആ ഒരു ട്രീയും കൂടെ നീങ്ങിപ്പോയ അടുത്ത വരുന്ന ട്രീ ഇനി വരാൻ പോകുന്ന ട്രീനെ ആലോചിച്ചിട്ടായിരിക്കും പേടി ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പേടിയുള്ള, അതായത് ഫിയർഫുൾ ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ലേഖക് പറയുന്നത്. അതിലെ ആ ലേഖകത്തിന്റെ കഴിവ് നോക്കിയേ, ആ ടെൻഷൻ ഉള്ള ഒരു സിറ്റുവേഷനിലും ഒരു കോമിക്കൽ വേയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കേൾക്കാം. ഓക്കെ, डर लगता कि इससे बस टकराएगी, वह निकल जाता तो दूसरे पेड़ का इंतजार करता. झील दिखती तो सोचता कि इसमें बस गोता लगा जाएगी. അപ്പൊ ഇങ്ങനെ യാത്രയിലൂടെ ഒരു झील എന്ന് പറഞ്ഞ ലേക്ക് കാണുമ്പോൾ ലേഖകന്റെ ഉള്ളിലൊരു പേടിയാണ്, അയ്യോ ഇതിലേക്ക് ഇനി ചാടി പോവോ എന്നുള്ളൊരു പേടിയിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഓരോ സീൻസും സിറ്റുവേഷൻസും. അടുത്തത് നോക്കാം. ഓക്കെ, एकाएक फिर बस रुकी. അയ്യോ, അത് കഷ്ടപ്പെട്ടിട്ട് ആ ഡ്രൈവർ പെട്രോളിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് ബസ് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയതാ. കുറച്ചു ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബസ് നീങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബസ് വീണ്ടും നിന്നു. एकाएक फिर बस रुकी. ड्राइवर ने तरह तरह की तरकीबें की पर वह चली नहीं. അപ്പൊ ഡ്രൈവർ വീണ്ടും പല ട്രിക്സും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അവിടെ തട്ടി ഇവിടെ മുട്ടി, അങ്ങനെ അത് തുറന്നു നോക്കി, ആകെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, ബസ് നീങ്ങുന്നില്ല. സവിനയ് അവജ്ഞ ആന്തോലൻ ശുരു ഹോ ഗയാ ഥാ. അപ്പൊ വീണ്ടും ഒരു കോമിക്കൽ വേ ഓഫ് എക്സ്പ്രഷൻ, അതായത് വീണ്ടും ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങി തോന്നുന്നു. കമ്പനി കെ ഹിസ്സേദാർ കഹ രഹേ थे. അപ്പൊ കമ്പനിന്റെ പാർട്ട്ണർ പറയാണ്, അയാൾക്ക് മനസ്സിലായി ബസ്സിന്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഒരു ദേഷ്യം, ഒരു പേടി എന്നുള്ള ഒരു മിക്സഡ് ഫീലിംഗിലാണ് ഇരിക്കുന്നത്. അപ്പൊ പാർട്ട്ണർ, അയാൾക്കത് മോശമല്ലേ, എന്നാലും ഒന്നും പറയാതിരിക്കാനും വയ്യ. അപ്പൊ പാർട്ട്ണർ പറയാം, ബസ് तो फर्स्ट क्लास है जी, यह तो इत्तेफाक की बात है. ബസ് ഫസ്റ്റ് ക്ലാസ് ആട്ടോ, ഇതൊക്കെ ഇത്
ഒരു കോയിൻസിഡൻസ്, സാധാരണ ഇങ്ങനൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ പാർട്ട്ണർ പറയാ ബസ് ഫസ്റ്റ് ക്ലാസ് ആണ്, ഒരു കുഴപ്പമില്ല, ഇതിപ്പോ ഒരു കോയിൻസിഡൻസ് ആണ്, ഇങ്ങനൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇത്തെഫാക്ക്, ഈ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, ഹിന്ദിയിലെ ചില വേർഡ്സ് ഉറുദുന്ന് കടം വാങ്ങിയതാണ്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്തെഫാക്ക്. ഇത്തെഫാക്ക്, ഓക്കെ. അപ്പൊ ഇത്തെഫാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻസിഡൻസ്. ഓക്കെ, ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, ഇത് ഒരു കോയിൻസിഡൻസ് ആണ്. എന്ത്, ബസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുക, പെട്രോൾ ഇങ്ങനെ ലീക്ക് ആവുക. ഓക്കെ, അപ്പൊ ഇതൊരു കോയിൻസിഡൻസ് ആണ്, ബസ് ഫസ്റ്റ് ക്ലാസ് ആണ്, ബസ്സിന് ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മുടെ പാർട്ട്ണർ പറയുന്നത്. ഓക്കെ, शीन चांदनी में वृक्षों की छाया के नीचे वह बस बड़ी दयनीय लग रही थी. അപ്പൊ ബസ് നിന്നു, ബസ് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ബസ് ലേഖകൻ ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നല്ല നിലാവുള്ള ഷൈനിങ് മൂൺലൈറ്റ് ആണ് പുറത്തുള്ളത്. അപ്പൊ നല്ലൊരു ബ്ലൂയിഷ് ഒരു ലൈറ്റ് ആണ് ഉണ്ടാവുക, നല്ലൊരു എല്ലാ സ്ഥലത്തും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതിൽ കാണുന്ന ട്രീസും അവിടെ കാണുന്ന വീടാണെങ്കിൽ വീട്, എന്ത് കണ്ടാലും അതിനൊരു നല്ലൊരു ഓമനത്തുള്ള ഒരു സീനാണ്. ഓക്കെ, അപ്പൊ ഷീൻ ചാന്ദിനി എന്ന് പറഞ്ഞാൽ ഷൈനിങ് മൂൺലൈറ്റ്. ഈ മൂൺലൈറ്റില് ഈ ട്രീസ്, വൃക്ഷവും കി ഛായ എന്ന് പറഞ്ഞാൽ ഷാഡോ ഓഫ് ട്രീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളില് ഓക്കെ, ഈ ഒരു ഷാഡോയിലാണ്, ഒരു മരത്തിന്റെ ഷാഡോന്റെ അവിടെയാണ് ഈ ബസ് ഇങ്ങനെ നിന്നുപോയത്. അപ്പൊ ബസ്സിനെ കാണുമ്പോൾ ഒരു ദയനീയമായ ഒരു ഭാവത്തോടെയാണ് കാണപ്പെടുന്നത്. അതായത് ലേഖകന് ആ ബസ്സിനെ കാണുമ്പോൾ ഒരു ദയനീയമായ ഒരു ഫീലിംഗ് ആണ് വന്നത്. ഓക്കെ, ബസ്സിനെ കണ്ട ഒരു ദയനീയമായ ഒരു സാഡായ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലത്ത ജെസെ കോയി വൃദ്ധ തക്കർ ബാഡ് ഗയോ. അപ്പൊ ബസ്സിനെ കണ്ടാല്, ബസ്സിന്റെ പണ്ട് അവര് ഒരു വയസ്സായ ഒരു ആളോടല്ലേ കമ്പയർ ചെയ്തത്. അപ്പൊ ഇവിടെ ഒരു വയസ്സായ ഒരു സ്ത്രീനെ പോലെയാണ് ലേഖക് ആ ബസ്സിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ബസ് പറയാ, അല്ല സോറി, ലേഖക് പറയാ, ബസ്സിന്റെ നിപ്പ് കണ്ട എന്തോ വയസ്സായ ഒരു സ്ത്രീ ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കണ പോലെയുണ്ട്. हमें ग्लानि हो रही थी कि बेचारी पर लदकर हम चले आ रहे हैं. ഞങ്ങൾക്ക് വിഷമമായിരുന്നു. ഗ്ലാനി എന്ന് പറഞ്ഞ ഒരു ഗിൽട്ട്, നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ലേ, അതാണ് ഗ്ലാനി. हमें ग्लानि हो रही थी कि बेचारी पर लदकर हम चले आ रहे हैं. ഈ പാവമായ ഈ വയസ്സായ ഒരു സ്ത്രീന്റെ മുകളിലാണല്ലോ നമ്മൾ കേറിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. अगर इसका प्राणांत हो गया तो इस बियाबान में हमें इसकी अंत्येष्टि करनी पड़ेगी. അപ്പൊ ലേഖക് പറയാ, അയ്യോ ഈ വയസ്സായ ഒരു സ്ത്രീന്റെ അവസ്ഥ കണ്ടിട്ട് ഇതിന്റെ ഇപ്പൊ ലൈഫ് എൻഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എന്റെ ലൈഫ് എൻഡ് ആവാം. പ്രാണ എന്ന് പറഞ്ഞാല് ലൈഫ് എൻഡ് ആവാം, മരിക്കാം. അപ്പൊ ഇത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ബിയാബാൻ എന്ന് പറഞ്ഞാല് ഡെസേർട്ട് ആണ് കേട്ടോ, ബിയാബാൻ. അപ്പൊ ഈ ഒരു ഡെസേർട്ട്, അതായത് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത്, സുൻസാൻ ജഗ എന്ന് പറയും ഹിന്ദിയില്. അപ്പൊ ബിയാബാൻ ഒരു ലൈക്ക് എ ഡെസേർട്ട്. ഓക്കെ, इस बियाबान में इसकी अंत्येष्टि करनी पड़ेगी. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂണറൽ ചെയ്യാറില്ലേ. അപ്പൊ ഈ സമയത്ത് ബസ്സിന് എന്തെങ്കിലും പറ്റിയ, ബസ് ഇവിടെ നിന്ന് പോയാലേ, ബസ് കേടായി പോയാലേ, ഈ ബസ്സിനെ നമ്മൾ ഇവിടെ തന്നെ കുഴിച്ചു മൂടേണ്ടി വരും. അത് തന്നെയാണ് ലേഖക് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ലേഖക് ഇവിടെ ഒരു കോമിക്കലി എക്സ്പ്രസ് ചെയ്യുക, ബസ്സിനെ ഒരു വയസ്സായ സ്ത്രീന്റെ കൂടെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ബസ് ഒരു വയസ്സായ സ്ത്രീ പോലെയാണ്, ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കണ പോലെ. അപ്പം ഈ ഒരു വയസ്സായ ഒരു സ്ത്രീന്റെ മുകളിലാണല്ലോ നമ്മൾ കയറി യാത്ര ചെയ്യുന്നത്. ഇനി എങ്ങാനും ഈ സ്ത്രീ മരിച്ചു പോയാല് ഈ ഒരു വിജനമായ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ഏരിയയില് ഈ വയസ്സായ സ്ത്രീന്റെ ഫ്യൂണറൽ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഒരു ഹാസ്യമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിപ്പോ എഴുതുമ്പോൾ ഇത്രയും ഹാസ്യമായ ഒരു വാക്കിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ ലേഖക് വർണ്ണിക്കുകയാണെങ്കിലും, ശരിക്കും അങ്ങനത്തെ ഒരു യാത്രയില് നമുക്ക് നല്ല ഒരു പേടി ഉണ്ടാവും. ബിക്കോസ് വീട്ടിലേക്ക് എത്തും എന്നുള്ള ആദ്യത്തെ പേടി, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ആദ്യത്തെ പേടി, ബസ് ഇടയിൽ നിൽക്കൂ എന്നുള്ള ഒരു പേടിയും കൂടിയുണ്ട്. അപ്പൊ ആ ഒരു ഇത്രയും സീരിയസ് ആയ ഒരു സിറ്റുവേഷനിലും ലേഖക് നല്ല
കോമിക്കൽ ആയിട്ടാണ് നമുക്ക് ഈ സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹിസ്സേദാർ സാഹബ് നെ ഇഞ്ചൻ ഖോല ഓർ കുച്ച് സുധാര. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഡ്രൈവർ തോറ്റു. അപ്പൊ പാർട്ട്ണർ വേഗം, അതായത് ആ ബസ്സിന്റെ വൺ ഓഫ് ദ ഓണർ, ആ പാർട്ട്ണർ പോയിട്ട് എഞ്ചിൻ തുറന്നു നോക്കിയിട്ട് എന്തൊക്കെയോ ശരിയാക്കാൻ തുടങ്ങി. സുധാര എന്ന് പറഞ്ഞാൽ ശരിയാക്കാം. അപ്പൊ എന്തൊക്കെയോ ചെയ്തപ്പോ ബസ് റെഡിയായി. എന്നിട്ട് ബസ് ആകെ ചലി. അപ്പൊ ബസ് വീണ്ടും ഓടാൻ തുടങ്ങി. ഉസ്കി ചാൽ ഓർ കം ഹോ ഗയി थी. പണ്ട് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്ന ബസ്സിന് ഇപ്പൊ തീരെ സ്പീഡില്ലാതെ പതുക്കനെ പതുക്കനെ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി. പക്ഷെ നീങ്ങുന്നുണ്ട്, ബസ് ഓടുന്നുണ്ട്. ഓക്കെ. ധീരെ ധീരെ വൃദ്ധ കി ആഖോ കി ജ്യോതി ജാനെ ലഗി. അപ്പൊ വീണ്ടും ബസ്സിന് ഒരു വയസ്സായ സ്ത്രീനെ പോലെയാണ് ചിത്രീകരിച്ചിട്ട് പറയുന്നത്. അപ്പൊ ലേഖക പറയാണ്, കുറച്ച് ഇങ്ങനെ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് തോറും ബസ്സിന്റെ ബൾബിന്റെ ലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ആ ഫ്രണ്ടിലുള്ള ബൾബിന്റെ ലൈറ്റ് ഉണ്ടാവില്ല, നൈറ്റ് ടൈം ആണ്. അപ്പോൾ ലൈറ്റ് ഉണ്ടായാൽ മാത്രമേ സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിന്റെ ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ ബസ്സിന്റെ ലൈറ്റ് എങ്ങനെയാണ്? വയസ്സായ സ്ത്രീന്റെ കണ്ണുകളെ പോലെയാണ് ലേഖക് ഇവിടെ വർണ്ണിക്കുന്നത്. ഓക്കെ. ചാന്ദിനി മേ രാസ്ത ടട്ടോൾ കർ വഹ് റേങ് രഹി थी. അതായത് ബസ്സിന്റെ ഫ്രണ്ട് ലൈറ്റില് ആ ലൈറ്റ് ഇല്ല, ആ വെളിച്ചം കുറവായതുകൊണ്ട് നിലാവിന്റെ വെളിച്ചത്തില് വഴി എങ്ങനെ എവിടെയൊക്കെയാണ് ഇങ്ങനെ ട്രേസ് ചെയ്ത് ഇങ്ങനെ എഴഞ്ഞ് പോവില്ലേ, അതാണ് ഈ റേങ് രഹീതി എന്ന് പറയുന്നത്. ബസ് ഇങ്ങനെ എഴഞ്ഞ് പതുക്കനല്ല പോണത്. അപ്പൊ അത് എഴഞ്ഞ് പോണ പോലെ ആയിരുന്നു ലേഖകന് ഫീൽ ചെയ്തത്. എന്നിട്ട് ആകെ യാ പീछे से कोई गाड़ी आती दिखती तो वह एकदम किनारे खड़ी हो जाती. അപ്പൊ ഇങ്ങനെ എഴഞ്ഞ് പോകുമ്പോ മുമ്പെന്നോ അല്ലെങ്കിൽ പിന്നെന്നോ ബസ് വരുമ്പോ, വേറെ ബസ്സുകൾ വരുമ്പോ ഈ ബസ് എന്ത് ചെയ്യും? സൈഡിലേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ നീങ്ങി പോകും. അതായത് ഇനി അവിടുന്ന് മുമ്പെന്നോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് വഴി കൊടുക്കുക, പോയിക്കോ എന്ന് പറഞ്ഞ ഭാവത്തില് പതുക്കനെ സൈഡായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഓക്കെ. അപ്പൊ तो वह एकदम किनारे खड़ी हो जाती और कहती, निकल जाओ बेटी, अपनी तो वह उम्र ही नहीं रही. അപ്പൊ വയസ്സായ ഒരു മുത്തശ്ശീനെ, അതായത് വയസ്സായ ഒരു സ്ത്രീന്റെ പോലെയല്ല ബസ്സിനെ ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ ആ വയസ്സായ സ്ത്രീ ഇങ്ങനെ പതുക്കനെ ഒരു സൈഡിലേക്ക് നിന്നിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള വരുന്ന ബസ്സിനോട് പറയുന്നത് എങ്ങനെയാണ്? നിക്കൽ ജാവോ ബേട്ടി, നിങ്ങൾ പോയിക്കോളൂ. അഭി തോ വഹ ഉമ്ര ഹി നഹി രഹി. അതായത് നിങ്ങളെ പോലെ സ്പീഡായിട്ട് നല്ല സ്മാർട്ടായിട്ട് ഓടി പോവാനുള്ള ആ ഒരു പ്രായം പോയല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ആ പ്രായമൊക്കെ പോയല്ലോ എന്നുള്ള ഒരു കോൺവെർസേഷൻ ആണ് ലേഖക് ഇവിടെ പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഓൾഡ് ബസ്, അതായത് ഈ വയസ്സായ പഴയ ബസ് പതുക്കനെ നീങ്ങിയിട്ട് മുമ്പെന്നും പിന്നെന്നും പറഞ്ഞ ബസ്സിനൊക്കെ വഴി വിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സ്ലോ ആണ് പോകുന്നത്. അപ്പൊ ലേഖക ഇവിടെ കളിയാക്കി പറയാണ്, ആ വയസ്സായ ബസ് ഒരു വയസ്സായ സ്ത്രീയെ പോലെ ഇങ്ങനെ സൈഡ് കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ പോലെ സ്പീഡായി പോവാനുള്ള പ്രായമൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞല്ലോ എന്ന്. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഈ അവസ്ഥയിൽ ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കട്ടോ. അപ്പോ ഏക് പുലിയ കെ ഊപ്പർ പहुंची ही थे कि एक टायर फिस करके बैठ गया. ഓക്കെ. അപ്പൊ ഏക് പുലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജ് അല്ല കേട്ടോ, ബ്രിഡ്ജിനേക്കാൾ ചെറുത്. നമ്മുടെ ചെറിയ ചാലുകൾ ഉണ്ടാവില്ലേ, ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ നമ്മളൊരു ചെറിയൊരു ബണ്ട് പോലത്തെ ചെറിയ ഒരു പാലം കിട്ടും. വലിയ ബ്രിഡ്ജ് അല്ല, ചെറിയ ഒരു പാലം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു പാലത്തിന്റെ മുകളിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നല്ലോ, കയറാൻ പോകുന്നേ ഉണ്ടായിരുന്നല്ലോ. ആ ബസ്സിന്റെ ഒരു ടയറ് കാറ്റ് ഊരിപ്പോയി. അപ്പൊ ഫിസ് കറക്കെ ബാഡ് ഗൈ. അപ്പൊ കാറ്റ് ഊരിപ്പോയി അല്ലെങ്കിൽ ടയർ പൊട്ടിപ്പോയി അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവില്ല, എന്ന് പറഞ്ഞൊരു സൗണ്ട്. അതാണ് ഈ ഫിസ് എന്ന് പറഞ്ഞത്, അല്ലാണ്ട് അതിന്റെ വേറെ അർത്ഥമൊന്നുമല്ല. ഓക്കെ. അപ്പൊ ഫിസ് കറക്കെ ബാഡ് ഗയ എന്ന് പറഞ്ഞാല് അതിന്റെ കാറ്റ് ഊരിപ്പോയപ്പോ അത് ടയർ താന്ന് ബസ് അവിടെ നിന്നു. ഓക്കെ.
വഹ बहुत जोर से हिलकर थम गई. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കാറ്റ് പോയപ്പോ ഭയങ്കര ജെർക്ക് വന്നു. നല്ലൊരു ഒച്ച ഉണ്ടായിട്ട് ബസ് വീണ്ടും നിന്നുപോയി. अगर स्पीड में होती तो उछल कर नाले में गिर जाती. അപ്പൊ ആ സ്പീഡ് കുറഞ്ഞത് ഭാഗ്യാണല്ലോ. ഓക്കെ, ഇത് നല്ല സ്പീഡിലാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, അത് കുതിച്ചിട്ട് ആ ചാലിലേക്ക് വീണു പോയിരുന്നു. ഓക്കെ, मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. ഇത്രയൊക്കെ ആയപ്പോ ലേഖകന്റെ ക്ഷമ നശിച്ചു. ലേഖകന് ദേഷ്യവും എന്തൊക്കെയോ തോന്നിയിട്ട് ആ പാർട്ട്ണറിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ നോക്കുമ്പോ ഒരു ഹാസ്യമായ ഒരു നോട്ടാണ് നോക്കിയത്. അയ്യോ നമിക്കുന്നേ എന്ന് പറയണ പോലെ ഭയങ്കര ശ്രദ്ധയോടെ എന്നുള്ള, അതായത് ഓ സഹിച്ചു നമിച്ചു എന്ന് പറയുന്നത് നമ്മള് അതേപോലെ തന്നെ. ഹിസ്സേദാർ की तरफ पहली बार श्रद्धा भाव से देखा. ഓ ഇങ്ങനൊക്കെ ഒരു ജന്മം എന്ന് പറയുന്ന ഒരു ഇതില്ലേ, ആ ഒരു ഫീലിംഗിലാണ് ലേഖക് ഈ പാർട്ട്ണറിനെ നോക്കുന്നത്. ബിക്കോസ് കുറെയൊക്കെ അവരെ സഹിച്ചു, വെയിറ്റ് ചെയ്തു, ഒരു പേടിയോടെ അവർ എങ്ങനെയെങ്കിലും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ടയറിന്റെ കാറ്റ് പോയി, ബസ് അവിടെ നിന്നുപോയി. ഓക്കെ, वह टायरों की हालत जानते हैं फिर भी जान हथेली पर लेकर इस बस में सफर कर रहे हैं. ഇപ്പൊ ലേഖക്കും ഫ്രണ്ട്സിന്റെ കാര്യമാണെങ്കിൽ അവര് ആക്സിഡന്റലി ഈ ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. അവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യേണ്ടി വന്നു, ഇതേ ബസ്സിൽ കയറേണ്ടി വന്നു. അവർക്ക് ഇതിനൊക്കെ മുന്നേ ബസ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം ആ ബസ്സിന്റെ പാർട്ട്ണർ, അതായത് ആ ഓണർ, വൺ ഓഫ് ദ ഓണർ, അയാൾക്ക് ഈ ബസ്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ബസ്സിന്റെ ടയർ എങ്ങനെയാണ്, പാർട്സ് എങ്ങനെയാണ്, എല്ലാം നല്ല കൃത്യമായി അറിയാം. എന്നിട്ടും അയാളുടെ ജീവിതം കയ്യിൽ വെച്ചിട്ട് അയാള് ഈ ഒരു യാത്രയിൽ പുറപ്പെട്ടു. അപ്പൊ അത്രയും ഒരു റിസ്ക് അയാൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, നമിക്കണ്ട്, പൂജിക്കണ്ട്. ആ കാര്യമാണ് ഇവിടെ ലേഖക് പറയുന്നത്. ഓക്കെ, ഫിർ ഭി ജാൻ ഹത്തേലി പർ ലേക്കർ, വീണ്ടും അയാളുടെ ലൈഫ് കയ്യിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ ജീവിതം കൈപ്പള്ളയിൽ വെച്ചിട്ട് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ആ റിസ്ക് എടുത്തിട്ട് അയാൾ ഈ ബസ്സിലെ യാത്ര ചെയ്യുന്നു. ഉത്സർഗ് കി ऐसी ഭാവന ദുർലഭ है. അതായത് നമ്മുടെ ആത്മാവ് തന്നെ കയ്യിൽ വെക്കുക. അതായത് നമ്മുടെ ശരീരത്തിനൊന്നും എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഫീലിംഗിനെ പറയുന്നതാണ് ഉത്സർഗ്. അതായത് ഇവിടെ നമ്മളെ ആത്മാവ് തന്നെ നമ്മൾ കയ്യിൽ വെക്കുകയാണ്, നമ്മുടെ ജീവൻ തന്നെയാണ് നമ്മൾ കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഫീലിംഗ് എന്താണ്, റെയർ ആണ്, ദുർലഭമാണ്. അതായത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും എപ്പോഴും ഉണ്ടാവാറില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ആൾക്കാർ, അതായത് നമ്മുടെ പാർട്ട്ണർ പോലത്തെ ആൾക്കാർ കാണാനും വളരെ റെയർ ആണ്. सोचा इस आदमी के साहस और बलिदान भावना का सही उपयोग नहीं हो रहा. അപ്പൊ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഫീൽ ചെയ്തിട്ട് ലേഖക് വിചാരിക്കുകയാണ്, ഇയാളുടെ ഈ ഒരു സാക്രിഫൈസ്, ഇയാളുടെ ഈ ഒരു പേഷ്യൻസ്, സാഹസ് എന്ന് പറഞ്ഞാൽ ഒരു കറേജ് ആണ്. സാഹസ് എന്ന് പറഞ്ഞാല് കറേജ് ആണ്. ബലിദാൻ എന്ന് പറഞ്ഞാല് സാക്രിഫൈസ് ആണ്. അപ്പൊ ഈ പാർട്ട്ണറിന്റെ ഈ രീതിയിലുള്ള കറേജും ഈ രീതിയിലുള്ള സാക്രിഫൈസ്, കറേജ് എങ്ങനെയാണ്, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും മോശമായ ഒരു ബസ്സിൽ ഈ സമയത്ത് യാത്ര ചെയ്യുന്ന ഒരു കറേജ്. രണ്ടാമത് ബലിദാൻ എന്താണ്, അയാള് ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ട് അയാളുടെ ലൈഫ് തന്നെയാണ് അയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാവന അത് അയാളുടെ ആ ഫീലിംഗിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ ഇവിടെയല്ല വേണ്ടത് എന്നാണ് ലേഖക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസേ തോ കിസി ക്രാന്തികാരി ആന്തോലൻ കാ നേതാ ഹോനാ ചാഹിയെ. അതായത് ഇയാള് ഇവിടെയല്ല ഉണ്ടാവേണ്ടത്. ഇയാളെയൊക്കെ എവിടെയെങ്കിലും ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒരു ആന്തോളനിലെ നേതാവായിട്ട് അല്ലെങ്കിൽ ലീഡറായിട്ട് വേണം അയാളെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അയാളുടെ ഈ കഴിവുകൾ, ഈ കറേജും ഈ ഒരു സാക്രിഫൈസും ആ ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആന്തോളനിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. अगर बस नाले में गिर पड़ती और हम सब मर जाते तो देवता बाहें पसारे उसका इंतजार करते. ഇനി എങ്ങാനും ബസ് ഉരുണ്ട് ആ ഒരു ചാലിലേക്ക് വീണു പോയിണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും മരിച്ചു പോയിണ്ടായിരുന്നു. അപ്പൊ മുകളിലെ ദൈവം രണ്ട് കൈയും മലർത്തി ഈ ആള് വരുന്നത് കാത്തുനിന്ന് അയാളെ വെൽക്കം ചെയ്തിരുന്നു. ഓക്കെ,
ദേവത ബാഹേ പസാരെ, അതായത് രണ്ട് കൈയും തുറന്ന് ഉൻക ഇന്റസാർ കർത്തെ. ഉൻക ആരാണ്? പാർട്ട്ണറിന്. ഇങ്ങനത്തെ റയർ സ്പീഷീസ് ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ ഒരു റയർ സ്പീഷീസിനെ ദേവലോകത്തേക്ക് വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെൽക്കം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞിരുന്നു? ദേവത ബാഹേ പസാരെ ഉൻക ഇന്റസാർ കർത്തെ कहते वह महान आदमी आ रहा है जिसने एक टायर के लिए प्राण दे दिए है, मर गया पर टायर नहीं बदला. അപ്പൊ ഇങ്ങനെ മഹാനായ ഒരാള് അയാള് ഒരു ടയറിന് വേണ്ടി, അയാളുടെ ബസ്സിന്റെ ടയറിന് വേണ്ടി അയാളുടെ ലൈഫ് തന്നെ അയാള് സാക്രിഫൈസ് ചെയ്തു. ടയറ് പൊട്ടി, പക്ഷെ അയാള് മാറിയില്ല. അതായത് അയാള് മരിച്ചുപോയി, എന്നാലും അയാൾ ആ ടയറ് മാറ്റാൻ നോക്കിയില്ല. അതായത് ലേഖക ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബസ്സിന്റെ അവസ്ഥ വളരെ ക്ലിയർ ആയി അറിയാവുന്ന പാർട്ട്ണറായിരുന്നു, അതായത് ഓണറായിരുന്നു. അയാൾക്ക് നല്ല രീതിയിൽ അറിയാം ആ ബസ് വളരെ പഴയതാണ്, അതിന്റെ പാർട്സ് ഒക്കെ ലൂസ് ആയതാണ്, അത് യാത്ര ചെയ്യാൻ ഒട്ടും സേഫ് അല്ലാത്ത ഒരു ബസ്സാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് ബസ്സിന്റെ ടയറിന്റെ കണ്ടീഷൻ അറിഞ്ഞിട്ടും അയാൾ ഒരിക്കലും ബസ്സിന്റെ ടയർ റിപ്പയർ ചെയ്തിട്ട് യാത്ര ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷനിലേക്ക് പോയില്ല. അയാൾ ഭയങ്കര മഹാനാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ടയറിന് വേണ്ടി സ്വന്തം ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്ത അങ്ങനത്തെ മഹാനായ ആളാണ് വരാൻ പോകുന്നത്. അപ്പൊ അയാളെ വെൽക്കം ചെയ്യേണ്ട ദേവൻ. അപ്പൊ അങ്ങനെ ഒരാളെയാണ് വെൽക്കം ചെയ്യുന്നത്. അയാള് മരിച്ചു, എന്നാലും അയാൾ ആ ടയർ മാറ്റിയില്ല. മർ ഗയ പർ ടയർ നെഹി ബദല. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ഒരു കോമിക്കൽ കോൺവെർസേഷനിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും. യെസ്. ഇനി അടുത്ത പാരഗ്രാഫ്. ദുസ്ര ഘിസ ടയർ ലഗാക്കർ ബസ് ഫിർ ചലി. നമുക്ക് എപ്പോഴും ഉണ്ടാവല്ലോ ഒരു സ്റ്റെപ്നി, ഒരു ബസ് ഒരു ടയർ നാശമായാലും വേറൊരു ടയർ എടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ യാത്ര എന്തായാലും നമ്മൾ തുടരാണല്ലോ. അപ്പൊ ഈ നാശമായ, അതായത് കാറ്റുപോയ ടയർ ഊരിയിട്ട് വേറെ ഒരു, അതിനെ കുറച്ച് തേഞ്ഞിട്ടുണ്ട് എന്നാലും ഓക്കെ, ഓടാനൊക്കെ ഓക്കെ, അങ്ങനത്തെ ഒരു ടയർ എടുത്തിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബസ് നീങ്ങി. ബസ് ഫിർ ചലി. अब हमने वक्त पर पन्ना पहुंचने की उम्मीद छोड़ दी थी. ഇത്രയും ആയി കഴിഞ്ഞപ്പോ ലേഖകന് സമാധാനായി. അപ്പൊ അവരൊക്കെ എന്തായിരുന്നു പ്ലാന്? കൃത്യമായി 4 മണിക്ക് ബസ് കയറുന്നു, പന്നയിൽ ഇറങ്ങുന്നു, പന്നേന്ന് സപ്ന സ്ഥലത്തേക്ക് എത്തുന്നു, സപ്നേന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറുന്നു. അത്രയും വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ലേഖക് അയാളുടെ പന്നയിലേക്ക് എത്താനുള്ള ഹോപ്പ് പോലും നഷ്ടപ്പെടുത്തി. ഓക്കെ, അപ്പൊ ആ ലേഖക ഇനി പന്നയിലെങ്കിലും എത്തിയാലോ, എത്തുമോ എന്നുള്ള ഒരു ഹോപ്പ് അയാൾക്ക് അതും കൂടി ഇല്ലാണ്ടായി. ഓക്കെ, പന്ന കഭി ഭി പहुंचने की ഉമ്മീദ് छोड़ दी थी. എപ്പോഴെങ്കിലും എത്തുമോ എന്നുള്ള ആ ഒരു ഹോപ്പും കൂടി അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് അയാളുടെ ആ ഒരു സിറ്റുവേഷൻ, അയാളുടെ ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പന്ന ക്യാ കഹീം ഭി കഭി ഭി പहुंचने की ഉമ്മീദ് छोड़ दी थी. പന്ന പോട്ടെ, അതിനൊക്കെ മുന്നേയുള്ള ഏതെങ്കിലും ഒരു അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ, ആ ഒരു ഹോപ്പും അയാൾക്ക് നഷ്ടപ്പെട്ടു. लगता था जिंदगी इसी बस में गुजारनी है. ദൈവമേ, ഇനി ഈ ബസ്സിൽ തന്നെ എന്റെ ജീവിതം മുഴുവൻ ചെലവഴിക്കേണ്ടി വരും. और इससे सीधे उस लोक को प्रयाण कर जाना है. അതായത് ഈ ബസ്സിൽ ഇനി കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മിക്കവാറും ഞാൻ പരലോകത്തേക്ക് യാത്രയാവും. അപ്പൊ എന്റെ ഫുൾ ലൈഫ് ഞാൻ ഇതിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു ലേഖകന് ആ സമയത്തുള്ളത്. ഇസ് പൃഥ്വി പർ ഉസ്കി കോയി മൻസിൽ നഹീ ഹൈ. അതായത് ഈ ബസ്സിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അടുത്ത ഒരു സ്റ്റോപ്പിലേക്ക് എത്താനുള്ള ഒരു ഹോപ്പും ഞാൻ കാണുന്നില്ല. അപ്പോ ഇസ് പൃഥ്വി പർ ഉസ്കി കോയി മൻസിൽ നഹീ ഹൈ. അതായത് ഇപ്പൊ ഈ നിന്ന നിപ്പിലുള്ള ഈ ബസ് അടുത്ത ഒരു മഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ, അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമെന്നുള്ള യാതൊരു ഉറപ്പ് എനിക്കില്ല. ഹമാരി ബേതാബി തനാവ് ഖത്തം ഹോ ഗയ്. ചില സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ ചില കാര്യത്തിനൊക്കെ ടെൻഷൻ അടിച്ച് ഒരു ടെൻഷൻ പീക്കിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല. അതൊരു
നമ്മുടെ ബോഡിയിലുള്ള ഒരു സൈക്കിളാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ആദ്യം ഉണ്ടാവില്ല, പക്ഷെ ടെൻഷൻ കയറാൻ തുടങ്ങുമ്പോൾ അത് കയറി 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 കാട് കയറി ചിന്തിച്ചിട്ട് ആകെ മെന്റലിയും ഫിസിക്കലിയും ഡിപ്രസ്ഡ് ആയി ആകെ കൂടി ഒരു അവില് പരുവത്തിലാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ആ ഒരു പേടി എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതൊരു മനുഷ്യന്റെ ഒരു നേച്ചറാണ്. യെസ്. അപ്പൊ അതേ ഒരു അവസ്ഥയാണ് ലേഖകന് ഇപ്പൊ ഉള്ളത്. അപ്പൊ ടെൻഷൻ, ഈ ലേഖക് യാത്ര തുടങ്ങും മുതലേ ഉള്ള ടെൻഷനാണ് ഈ ലേഖകനുള്ളത്. ഓരോ സാഹചര്യത്തിലും ലേഖക് ഹോപ്പ് വിടാതെ ഇങ്ങനെ മുന്നോട്ട് പോവായിരുന്നു. പക്ഷെ ഈ ലെവലിലേക്ക് എത്തിയപ്പോൾ ലേഖകന്റെ എല്ലാ ഹോപ്പും തകർന്നു. ഓക്കെ. അപ്പൊ ലേഖകന്റെ ഫ്രണ്ട്സിലുണ്ടായിരുന്ന ഒരു ആങ്സൈറ്റി, എപ്പോ എത്തും, സമയത്ത് എത്തുമോ, അടുത്ത ബസ് കിട്ടുമോ, ട്രെയിൻ കിട്ടുമോ, നാളെ വീട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ആങ്സൈറ്റിയും, പിന്നെ ആ ടെൻഷൻ, ഈ പറഞ്ഞ പോലെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്താൻ പറ്റുമോ, നാളെ ഓഫീസിലേക്ക് നേരത്തെ എത്താൻ പറ്റുമോ, അങ്ങനെ ചിന്തിച്ച് ഇരുന്ന ആൾക്കാർ, അതായത് അത്രയും ഹൈപ്പർ ടെൻഷനിലുള്ള ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാ ടെൻഷനും അതോടെ തീർന്നു. അതായത് ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില കാര്യത്തിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഒഴിവായി പോകും. പിന്നെ നമുക്ക് വരുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു കറേജ് ഫീലിംഗ് ആണ്, ഒരു ധൈര്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എന്തായാലും നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ലേഖകം ഉള്ളത്. ഓക്കെ. ഇനി ഹം ബഡെ ഇത്മിനാൻ സെ ഘർ കി തര ബാറ്റ് ഗയേ. ഇപ്പത്തെ അവസ്ഥ എന്താ? ടെൻഷൻ പിടിച്ചിരുന്ന ലേഖക്കും ലേഖകന്റെ ഫ്രണ്ട്സും എങ്ങനെയാണ് ഇരിക്കുന്നത്? ടെൻഷൻ ഫ്രീ. ഇത്മിനാൻ എന്ന് പറഞ്ഞാൽ ഫ്രീലി വിത്തൗട്ട് എനി ടെൻഷൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടെൻഷനൊക്കെ മാറി നമ്മൾ കൂൾ ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് തീരുമാനം, ഇനി ബസ് എവിടെയും നീങ്ങാൻ പോകുന്നില്ല, അപ്പൊ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പൊ അവരെന്ത് ചെയ്തു? വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ബസ്സിൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. ഹം ബഡെ ഇത്മിനാൻ സെ ഘർ കി തര ബാറ്റ് ഗയേ. എവിടെ ഇരുന്നു? ബസ്സിലിരുന്നു. എങ്ങനെ ഇരുന്നു? വീട്ടിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കില്ലേ, അതേപോലെ ഇവിടെ ഇരുന്നു. ചിന്ത ജാത്തി രഹി, ഹസി മസാഖ് ചാലു ഹോ ഗയ. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോ അവരുടെ ആ ടെൻഷനൊക്കെ ഇങ്ങനെ മാറിപ്പോവാൻ തുടങ്ങി. ഇനിയിപ്പോ നാളെ എത്തണ്ട, എങ്ങനെ എത്തും, നാളെ ഓഫീസിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞ ഉള്ളില് അവരൊരു കറക്റ്റ് ഒരു ഡിസിഷനിലെത്തി. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇനി രാവിലെ ആവുന്നവരെ ബസ് നന്നായില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ തന്നെ ഇരിക്കാം എന്നുള്ള ഒരു ഫ്രീ മൈൻഡിൽ അവിടെ ഇരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എന്തായിരിക്കും, അവരുടെ ആ ടെൻഷനൊക്കെ അവരുടെ തലേന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. എന്നിട്ടോ ഹസി മസാഖ് ചാലു ഹോ ഗയ. എന്നിട്ട് അവര് തമാശ പറഞ്ഞ് ചിരിച്ച് അവരുടെ ടൈം പാസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ലേഖകന്റെ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്ത അനുഭവം. ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു രസകരമായ രീതിയിലാണ് ലേഖക് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ചില സമയത്ത് നമ്മളും ഇതേപോലത്തെ പഴയ ബസ്സിൽ, ഇങ്ങനെ ജർക്കിംഗ് ഉള്ള ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. നമ്മളും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ലേഖക് എന്ത് ചെയ്തു? ആ കാര്യങ്ങളെല്ലാം ഒരു ഹാസ്യ രൂപത്തിൽ, ഒരു കോമിക്കൽ വേയില് പറഞ്ഞ് നമുക്ക് ഒരു കഥയായുള്ള രൂപത്തിൽ നമുക്ക് എഴുതി തന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ വായിച്ചത് ബസ് യാത്ര, അതായത് ബസ്സിൽ ചെയ്ത ഒരു യാത്ര. ഓക്കെ. അപ്പൊ ആ ബസ് ലേഖക് ബസ് കയറാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള സിറ്റുവേഷൻ, അവരുടെ ഫീലിങ്സ്, അതിന്ന് അവര് ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ അവരുടെ, അതായത് ആ ബസ്സിന്റെ ഒരു കണ്ടീഷൻ വന്നപ്പോ അവര് എങ്ങനെയാണ് അവരുടെ ഡിസിഷൻ മാറ്റിയത്, അവരുടെ ഫീലിങ്സ് ഒക്കെ മാറിയത്, അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളി ഒരു കോമിക്കൽ വേയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതോടെ നമ്മൾ ഈ 3rd ചാപ്റ്ററിന്റെ മീനിങ് മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ ഇതിന് റിലേറ്റഡ് ആയ വേർഡ് മീനിങ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ നിർത്തിയത് ദൂർ സറക് ജാന, അതായത് ടു മൂവ് അവേ. ദെൻ സച്ച്മുച്ച്, റിയലി, അസഹയോഗ്, നോൺ കോപ്പറേഷൻ, സവിനയ്, ഹംബിൾ. നമ്മൾ ലെറ്റർ എഴുതുമ്പോ എഴുതാറില്ലേ സവിനയ് നിവേദൻ ഹൈക്കി. യെസ്. അപ്പൊ ഹംബിൾ. ദെൻ അവജ്ഞ, ഡിസ്ഒബീഡിയൻസ്. നമ്മുടെ ഗാന്ധിജിന്റെ 2 മെയിൻ വാക്കുകളാണ്. ഒന്ന് ഡിസൊബീഡിയൻസ്, പിന്നെ നോൺ കോപ്പറേഷൻ. അപ്പൊ നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നതാണ് അസഹയോഗ്. പിന്നെ
ഡിസ്ഒബീഡിയൻസ് എന്ന് പറയുന്നതാണ് അവജ്ഞ. പിന്നെന്താ ഉള്ളത്? ആന്തോളൻ, അതായത് ടു പ്രൊട്ടസ്റ്റ്. ദെൻ ജവാൻ, യങ്. ഹർ ഹിസ്സ എന്ന് പറഞ്ഞാൽ എവ്രി പാർട്ട്. ദോർ സെ ഗുജർന, ദോർ സെ അയാൾ പറഞ്ഞല്ലോ ഗാന്ധിജി ഉണ്ടായിരുന്ന ആ കാലഘട്ടം, അതാണ് ഈ ദോർ. കാലഘട്ടത്തിന് പറയുന്നതാണ് ദോർ. അപ്പൊ പാസിംഗ് ത്രൂ ദാറ്റ് ടൈം. ദെൻ 8-10 മീൽ എന്ന് പറഞ്ഞാൽ 8-6 മൈൽസ്. നമ്മൾ ഹിന്ദിയിലെ മൈൽസ് എന്ന് പറയുന്നതാണ് മീൽ. ദെൻ ഭേദ്ഭാവ്, ഡിസ്ക്രിമിനേഷൻ. മിറ്റ് ജാന, ടു ഡിസപ്പിയർ ഓർ ടു വാനിഷ് അവേ. ട്രെയിനിങ്, അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എക്കായേക്, സഡൻലി, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ അച്ചാനക്. ദെൻ ടങ്കി മേ ഛേദ്, അതായത് പെട്രോൾ ടാങ്കിൽ ഹോൾ ആയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതിന്റെ അർത്ഥം ഹോൾ ഇൻ ദ ടാങ്ക്. ദെൻ ബാൽട്ടി, ബക്കറ്റ്. നലി, പൈപ്പ്. ഉമ്മീദ്, hope. दूध की शीशी, मिल्क बॉटल. Then रफ्तार, സ്പീഡ്. 15-20 മീൽ എന്ന് പറഞ്ഞാൽ, മീൽ ആദ്യം പറഞ്ഞല്ലോ മൈൽസ് ആണ്, അപ്പൊ 15-20 എന്ന് പറഞ്ഞാല് 15-20 മൈൽസ്. ഭരോസ, ട്രസ്റ്റ്. ലുഭാവനെ, അട്രാക്റ്റീവ്. Then ദുഷ്മൻ, enemy. इंतजार, wait. झील, lake. गोता लगाना, dive. तरकीबें, tricks. ഫസ്റ്റ് ക്ലാസ്, അത് ഞാൻ ജസ്റ്റ് എഴുതി തന്നതാണ്. ഇത്തെഫാഖ്, കോഇൻസിഡൻസ്. ഷീൻ, ദയനീയ ലഗ്ന. ദയനീയ ലഗ്ന, അതായത് ലുക്ക് പാത്തറ്റിക്. थककर बैठना, sit tired. ग्लानि, feeling guilty. लदकर, loaded upon. प्राणांत, end of life. बियावान, desert. अंत्येष्टि, funeral. सुधारा, to repair, to repair. आंखों की ज्योति, eyes light. रास्ता टटोलना, to trace the way. Then रेंगना, to crawl. किनारे, खड़ी होना, to stand at the corner. हिस्सेदार, साहब, partner. Then പുലിയ, കൾവേർട്ട്, അല്ലെങ്കിൽ ഓ പാലം എന്ന് പറയും മലയാളത്തില്. Then जोर से हिलकर, shaking with sound. ഉച്ഛൽക്കർ എന്ന് പറഞ്ഞാൽ ജമ്പിങ്. Then ജാൻ ഹത്തേലി पर लेकर എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ലൈഫ് ഇൻ പാം. ഉത്സർഗ് എന്ന് പറഞ്ഞാൽ ഇമാനേഷൻ, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുള്ള ഒരു ഫീലിംഗ്. Then ദുർലഭ്, rare. സാഹസ് or ബലിദാൻ, courage and sacrifice. ക്രാന്തികാരി, freedom fighter. നാലെ, in small channel of water. പിന്നെ ബാഹെ പസാരെ, open hand. പ്രാൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലൈഫ്. ലോക് കോ പ്രയാൺ, അതായത് travel to heaven. ബേതാബി, wild or eager or anxiety. Then തനാവ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെസ്. ഇത്മിനാൻ, ലഷർലി, അതായത് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ഫീലിംഗ്. Then ചിന്ത, thought. Then ഹസി മജാക് കർണ, to joke and have fun and laughter. അപ്പൊ ഇത്രയും വാക്കുകൾ, അതായത് 103 വേർഡ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ വിത്ത് ദിസ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, അതായത് ബസ് കി യാത്ര എന്ന് പറഞ്ഞൊരു ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് 4th ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള, അതായത് ഈ 4th ചാപ്റ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ വേണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക.